ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ HSIയുടെ ഫിസിക്കൽ സയൻസിൻ്റെ ടെസ്റ്റ് സീരീസിലെ ഏറ്റവും ചെറിയ ടെസ്റ്റാണ്. മൊഡ്യൂൾ 1-ലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് കൺസർവേഷൻ ലോസ് എന്നുള്ളത്. അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കൺസർവേഷൻ ലോസ് എന്ന് പറയുമ്പം 4 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കൺസർവേഷൻ ലോസ് ആണ് ഉള്ളത്. നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫണ്ടമെൻ്റൽ സംരക്ഷണ നിയമങ്ങൾ എത്ര കൺസർവേഷൻ ലോസ് ഉണ്ട് എന്നുള്ളതാണ്. 4 എണ്ണമാണ് കൺസർവേഷൻ ലോകൾ ഉള്ളത്. നോക്കൂ, ഇതാണ് അതിൻ്റെ ആൻസർ. ഏതൊക്കെ 4 കൺസർവേഷൻ ലോകൾ? ഒന്ന് എനർജിയുടെ കൺസർവേഷനാണ്. എനർജി സിലബസിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എനർജിയുടെ. രണ്ടാമത് നമുക്ക് ലീനിയർ ചാർജിൻ്റെ കൺസർവേഷനാണ്. ഇതൊക്കെ നമുക്കറിയാം, എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. എനർജീനെ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ ചാർജിനെ ഡിസ്ട്രോയ് ചെയ്യാനോ അതുപോലെ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കൺസർവേഷൻ ലോ എന്നുള്ളത് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷനാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. നാലാമത്തെ കൺസർവേഷൻ ലോ എന്നുള്ളത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷനാണ്. നമ്മൾ 4 കൺസർവേഷൻ ലോകളും 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളും പഠിക്കുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ 4 എണ്ണമാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം 4 ഫണ്ടമെൻ്റൽ ഫോഴ്സും 4 കൺസർവേഷൻ ലോകളാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സംരക്ഷണ നിയമങ്ങൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവൽ ഫണ്ടമെൻ്റൽ സംരക്ഷണ നിയമങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇതാണ് പെടാത്ത. മാസിൻ്റെ കൺസർവേഷൻ. പെട്ടെന്ന് നമുക്കൊരു സംശയം വരാം, മാസിൻ്റെ കൺസർവേഷൻ ഫണ്ടമെൻ്റൽ അല്ലേ? അല്ല. മാസിൻ്റെ കൺസർവേഷൻ നമ്മൾ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിക്കുന്നത് പ്രധാനമായിട്ട് കെമിസ്ട്രിയിലാണ്. കെമിക്കൽ റിയാക്ഷൻസിൽ മാസ് കൺസർവ് ചെയ്യും. ഇപ്പോൾ A+B ഗീവ്സ് C+D എന്നുള്ളൊരു റിയാക്ഷൻ ആണെങ്കിൽ അതിൽ മാസ് കൺസർവ് ചെയ്യും. കെമിക്കൽ റിയാക്ഷൻസിൽ മാസ് കൺസർവ് ചെയ്യും. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ കൺസർവേഷൻ പഠിപ്പിക്കുമ്പോൾ മാസിൻ്റെ കൺസർവേഷൻ പഠിപ്പിക്കാറുണ്ട് അല്ലേ? റിയാക്ഷൻ്റെ നിയമങ്ങൾ ഒക്കെ പഠിപ്പിക്കുമ്പോൾ മാസിൻ്റെ കൺസർവേഷൻ പറയാറുണ്ട്. റിയാക്റ്റൻസിൻ്റെ മാസും പ്രോഡക്ട്സിൻ്റെ മാസും ഈക്വലായിരിക്കണം. പക്ഷെ ന്യൂക്ലിയർ റിയാക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ മാസ് എനർജി ആകുന്നത് കാണുന്നുണ്ട്. മാസ് എനർജി, അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് E=mc². ഓക്കെ, മാസിനെ എനർജി ആയിട്ട് മാറാം, എനർജിക്ക് മാസ്സായിട്ട് മാറാൻ പറ്റും ന്യൂക്ലിയർ റിയാക്ഷൻസിൽ. അപ്പോൾ ജനറലി മാസ് കൺസർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കേസുകളിലും മാസ് കൺസർവ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റില്ല. കെമിക്കൽ റിയാക്ഷൻസിൽ ട്രൂ ആണെങ്കിലും ന്യൂക്ലിയർ റിയാക്ഷൻ്റെ കേസിൽ മാസ് സെപ്പറേറ്റ് ആയിട്ട് കൺസർവ് ചെയ്യണമെന്നില്ല. മാസും എനർജിയും കൂടിയാണ് കൺസർവ്. അപ്പോൾ അവിടെ മാസ് എനർജി എന്നാണ് നമ്മൾ പറയുക. മാസ് എനർജിയുടെ കൺസർവേഷനാണ്. കൺസർവേഷൻ ഓഫ് മാസ് എനർജിയാണ് ന്യൂക്ലിയർ റിയാക്ഷൻസിൽ. മാസ് എനർജിയുടെ വേറെ രൂപമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ ആൻസർ. കൺസർവേഷൻ ലോകളിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കൺസർവേഷൻ ലോകളിൽ പെടാത്തത് ഇതാണ്. ലോ ഓഫ് കൺസർവേഷൻ മാസ് ആണ്. മാസിൻ്റെ അല്ലെങ്കിൽ കറക്റ്റ് മലയാളത്തിന് പിണ്ടെന്നാണ്. പിണ്ടത്തിൻ്റെ സംരക്ഷണ നിയമം, മാസിൻ്റെ സംരക്ഷണ നിയമം. ഓക്കെ, ഇത് ലീനിയർ മൊമെൻ്റ് ആണ്. രേഖീയ ആക്കെന്നാണ് മലയാളത്തിൽ പറയുക. ഇത് ആംഗുലർ മൊമെൻ്റ് ആണ്. കോണീയ ആക്കെന്നാണ് വിളിക്കുക. മറ്റേത് ഊർജ്ജ സംരക്ഷണ നിയമം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫണ്ടമെൻ്റൽ ആണ്, പക്ഷെ ഇത് ഫണ്ടമെൻ്റൽ അല്ല. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രേഖീയ ആക്കം സംരക്ഷിക്കപ്പെടാൻ വേണ്ട സാഹചര്യം. വാട്ട് ഈസ് എ കണ്ടീഷൻ നീഡഡ് ടു കൺസേർവ് ലീനിയർ മൊമെൻറ്റം? ലീനിയർ മൊമെൻറ്റം കൺസർവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ലീനിയർ മൊമെൻറ്റം കൺസർവ് ചെയ്യാനുള്ള, ലീനിയർ മൊമെൻറ്റത്തിന് നമ്മൾ P കൊണ്ട് എഴുതാം. നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയാം. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ 0 ആണെങ്കിൽ dp/dt എന്താവും? 0. dp/dt 0 ആയി. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, dp/dt 0. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം 0 ആണ്. എന്താ അതിൻ്റെ അർത്ഥം?
ലീനിയർ മൊമെൻ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ലാത്ത, ഡെറിവേറ്റീവ് ഇല്ലാത്തത് അല്ലേ. കോൺസ്റ്റൻറ്റിനല്ലേ ഡെറിവേറ്റീവ് 0 ആകുന്നത്. അപ്പോൾ ലീനിയർ മൊമെൻ്റ് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ലീനിയർ മൊമെൻ്റ് കോൺസ്റ്റൻ്റ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കണം. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുമ്പോഴാണ് ലീനിയർ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആകുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കണം. ഫോഴ്സ് 0 ആയിരിക്കണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ടോർക്ക് 0 ആണെങ്കിൽ അതിൻ്റെ കോണിയാക്കം എങ്ങനെയായിരിക്കും? ടോർക്ക് 0 ആണെങ്കിൽ കോണിയാക്കത്തിന് എന്ത് സംഭവിക്കാം? ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിലെ ലീനിയർ മൊമെൻ്റത്തിൻ്റെ ഒരു ഇക്വേഷനിലെ dp/dt = F അല്ലേ, സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതി. ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ തന്നെ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ, ലീനിയർ മോഷനിൽ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഫോഴ്സിന് പകരം ടോർക്ക് എന്നുള്ള ക്വാണ്ടിറ്റി വരിക. അതേപോലെ തന്നെ dp/dt പകരം ഈ പിക്ക് പകരം L ആണ് വരിക. അപ്പോൾ dl/dt എന്നാണ് വരിക. അപ്പോൾ ടോ = dl/dt എന്നുള്ളത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ റൊട്ടേഷണൽ ഫോം ആണ്. റൊട്ടേഷണൽ ഫോം. രണ്ട് തരം മോഷൻ ആയിട്ട് നമുക്ക് പറയാം അല്ലേ. ഒന്ന് ലീനിയർ മോഷൻ, പിന്നെ റൊട്ടേഷണൽ മോഷൻ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ്, ശരിക്കും ഇതിൻ്റെ എക്സാക്ട് നെയിം എന്നുള്ളത് ട്രാൻസ്ലേഷണൽ മോഷൻ എന്നാണ്. എന്താ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറുന്ന ചലനങ്ങൾ. ട്രാൻസ്ലേഷണൽ മോഷൻ എന്നാണ് പറയാം നമ്മൾ. ട്രാൻസ്ലേഷണൽ മോഷനിൽ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ റൊട്ടേഷനിലേക്ക് മാറ്റി എഴുതാം. ഇത് ട്രാൻസ്ലേഷൻ മോഷനിലാണ്. അതിന് നമ്മൾ ചുരുക്കി ലീനിയർ മോഷൻ എന്ന് പറയും. ഇവിടെ ലീനിയർ മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. സ്ഥാനം മാറുന്ന ചലനങ്ങളെയൊക്കെ ഇപ്പോൾ നമ്മൾ ഫാനിൻ്റെ മോഷനൊക്കെ റൊട്ടേഷനിൽ വിടുക അല്ലേ, സീലിംഗ് ഫാനിൻ്റെ മോഷനൊക്കെ റൊട്ടേഷനിൽ വിടുക. അതേസമയം ഒരു ബോൾ ഉരുണ്ട് പോകുന്നത് നമുക്ക് ലീനിയർ മോഷനിൽ പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു വണ്ടി അല്ലേ, ഒരു 2 വീലർ പോകുന്നത്, ഒരു കാറ് പോകുന്നത്, അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നതൊക്കെ ലീനിയർ മോഷനിൽ പെടാം. അത് പൊസിഷൻ മാറുന്നുണ്ടല്ലോ, സ്ഥാനത്തിന് മാറ്റം ഉണ്ടല്ലോ. മറ്റേ ഫാൻ നിന്നെടുത്ത് നിന്ന് കറങ്ങല്ലേ, അത് റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ ലീനിയർ മോഷനിലെ ക്വാണ്ടിറ്റികളെ അല്ലെങ്കിൽ ഇക്വേഷൻസിനെയൊക്കെ നമുക്ക് റൊട്ടേഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഫോഴ്സിന് പകരം ടോർക്ക് ആക്കണം, ലീനിയർ മൊമെൻറ്റത്തിന് പകരം എന്താക്കണം, ആംഗുലർ മൊമെൻ്റ് ആക്കണം. ഓക്കെ, നമ്മൾ റൊട്ടേഷൻ മോഷൻ പഠിച്ചതാണല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോർക്ക് = dl/dt ആണ്. ഇത് എക്സ്റ്റേണൽ ടോർക്ക് തന്നെയാണ്. ഇത് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കുന്ന പോലെ ഇത് എക്സ്റ്റേണൽ ടോർക്കാണ്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെന്നായിരിക്കും. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ dl/dt 0 ആവും. അതിൻ്റെ അർത്ഥം എന്താ? L കോൺസ്റ്റൻ്റ് ആവും. ആംഗുലർ മൊമെൻ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. L കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അതേപടി തന്നെ തുടരും. ടോർക്ക് ഇല്ലെങ്കിൽ കോണിയാക്കാം, കോണിയാക്കാം, ആംഗുലർ മൊമെൻ്റ് അങ്ങനെ തന്നെ തുടരും. മനസ്സിലായി? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏറ്റവും ചെറിയ ടെസ്റ്റാണ്, 5 ക്വസ്റ്റ്യൻ ഉള്ളതിൽ. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബലം 0 ആണെങ്കിൽ അതിൻ്റെ രേഖീയാക്കം എന്തുണ്ടാവും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ വേറെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ കണ്ടു. F external 0 ആണെങ്കിൽ അല്ലേ, നമ്മളിങ്ങനെയാണ് കണ്ട dp/dt ലീനിയർ മൊമെൻ്റത്തിൻ്റെ കേസാണ്. ഇതിനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് എന്ന് പറയുക. F external 0 ആണെങ്കിൽ dp/dt 0 ആണ്. സോ P is a constant. അപ്പോൾ ഇതാണ് C ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് 4 കൺസർവേഷൻ ലോകൾ. അതിനെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1ൻ്റെ 3ാമത്തെ ടോപ്പിക്കാണ് കൺസർവേഷൻ ലോസ് എന്നുള്ളത്. 3ാമത്തെ ടോപ്പിക്കാണ്. നമ്മുടെ സിലബസ് ഒക്കെ പുതിയതായിട്ട് വന്നെങ്കിലും സിലബസിന് മാറ്റമൊന്നുമില്ല, സെയിം സിലബസ് തന്നെയാണ്. ആ മാർക്കിംഗ് സ്കീമൊക്കെ കൊടുത്തു എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. വേറൊരു ടെസ്റ്റായിട്ട് കാണാം. താങ്ക് യു.